നാലാം ദിവസത്തെ സംക്ഷിപ്തത്തിൽ പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനവും അതിനുള്ള ഒരുക്കങ്ങളുമാണ് ഇന്നത്തെ പാരായണ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അതിനു മുന്നേ തന്നെ നാരദ മഹർഷി ശ്രീരാമന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയും രാമന്റെ അവതാര ഉദ്ദേശം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. രാവണ നിഗ്രഹമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. യുവരാജാവായി അഭിഷേകം ചെയ്താൽ പിന്നീട് രാവണനെ നിഗ്രഹിക്കുവാനുള്ള അവസരം ലഭിക്കുകയില്ലെന്നും നാരദ മഹർഷി രാമനെ ഓർമ്മപ്പെടുത്തുന്നു. കൃത്യസമയത്ത് അത് നടത്തിയിരിക്കുമെന്നും ഉറപ്പുകൊടുത്ത് നാരദനെ യാത്രയാക്കുന്നു. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാൻ നിർദ്ദേശിക്കുന്നു. വസിഷ്ഠ ഗുരു മന്ത്രിയായ സുമന്തർക്ക് അഭിഷേകത്തിനു വേണ്ട കാര്യങ്ങളെല്ലാം സംഭരിക്കുവാൻ നിർദ്ദേശിക്കുന്നു. നമസ്തേ. നാലാം ദിവസമായ ഇന്ന് പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡം തുടങ്ങിയിട്ട് ശ്രീരാമ അഭിഷേക ആരംഭം വരെയാണ്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. കോജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാഗർത്താ ശിവസംഭക്തോ വാഗർത്ത പ്രതിപത്തയേ ജഗദഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപദീം രഘുകുലാന്വയരത്നദീപം ആജാനബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണോമോ തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. താമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമെന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പരജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നോട് ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നോട് ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിവെക്കു. ദാതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാങ്കുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൂക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നോട് നാനാ ഗുണഗണം കാൺകയാൽ
രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ ഭദ്രസുത ഗണപോഷണഭൂഷിതൻ ചിദ്രോവനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസന പ്രിയൻ നാരകാരാധി നളിന ശരഗുരു നാഥൻ നരസഹൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തനവ്യക്തനനന്ദനാമയൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാപതി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടിയില്ല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോത്പലദള ശ്യാമള വിഗ്രഹൻ നീലോത്പലദളലോല വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതഗാത്രനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ കോമളൻ ബാലനിശാഖര പാലദേശേലസന്മാലേയവങ്ക അലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനു സമാനനയ സമം ലീലയാ താമ്പൂല സർവാഹാന്യധൈരതിവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്തരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും വാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നെ യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്നം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭവപുത്ര മഹാമുനേ എന്നുട വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നതപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്നനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇതമാകർണ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സരനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു
എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണബോധയായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴ് ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേന മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതോ സംസാരി എന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പോണ്ടോ സത്വരജസമോ നാവഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ. തപപത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ദ്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സഹരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി ജാതവേദസു നീ സ്വഹാമഹീസുതാ. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംഭൽക്കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സുദ്രമം നീലദാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യാതൽ സർവവുമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നു എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുള്ളോ മഹത്വത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നൊർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടോ നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയ ചൊല്ലുന്ന കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരു ബാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതോ അന്യോനനാംബരൻ തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ
പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നത് ലോകങ്ങൾ, നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെ ഓർക്കും വിധവു. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. തൊൽഭക്തഭൃത്യന്മാരിലേഖനം നൽപജ്ഞനാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണ ഉത്ഭവ സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാന ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറന്നൊരുമ്പെട്ടിരിക്കുന്നതോ നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നു അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോട് സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായകത് മൂലം. കാലവിളംബനമെന്തിനം നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം ദൃഢാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാർത്ഥം പുരുഷ പ്രയാസമെന്നാരോ അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കലിതാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ജ്ഞാനമൊട്ടാകയാൽ പുത്രരിൽ
ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റ അതോർത്തു കണ്ടില്ലയോ വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനിയൊന്നു കൊണ്ടുമതു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രര നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠരോടാതരാൽ എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയെ സംഭരിച്ചിരുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തകജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവതകുലജാതനാം നാൽക്കമ്പനാരാൽ വരേണ അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ മൂർത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ടു വായ്ക്കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മോനിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാലരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിക നിൽക്ക കുശപാണികളായി സഭാധികേ. നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്തശോഭത്തിരഥാതി മഹാബലം വസ്ത്രാജലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചത് സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി രാധാപത്നിയോട് അതിഭക്ത്യാ രഘുത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായ നടിയനദീപകേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു. വസിഷ്ഠനരുൾ ചെയ്തു. നന്നിത്രയും നിന്നോട് വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. തൊൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനം ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷധൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾ
ഭക്തർക്കു മുക്തി സിദ്ധിപ്പാന് ഇത്തമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വിളിച്ചെത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായ മനുഷ്യനാ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, ഓർക്കിൽ പിതൃണാം പിതാമകനും ഭവാൻ. സർവേഷു ഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ. ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവോ താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സുരാനയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചോ. നിന്ദ്യമായുള്ളതോ ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശാദേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാരനിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായമേ. തൊൽപ്രസംഗാൽ മുക്തമിപ്പോളിത അപ്രഭക്ത്യം മയാ രാമാകുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനുഴറി വന്നേനഹം. വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നേടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നുതേതിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ, രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ട് കൊൾകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹ്യം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദത്താൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടു അതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസ്സി ഭക്ത്യാ വണങ്ങി വാണേരിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ഇന്നത്തെ പാരായണത്തിൻ്റെ പ്രധാനപ്പെട്ട സംക്ഷിപ്തമായിട്ടുള്ളത് ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ദശരഥ മഹാരാജാവിൻ്റെ തീരുമാനവും അതിനുള്ള ഒരുക്കങ്ങളുമാണ്. അതിനു മുന്നേ തന്നെ നാരദ മഹർഷി ശ്രീരാമൻ്റെ കൊട്ടാരത്തിലെത്തി രാമനെ കണ്ടു അവതാര ഉദ്ദേശം ബോധ്യപ്പെടുത്തുന്നു. രാവണ നിഗ്രഹമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. യുവരാജാവായി അഭിഷേകം ചെയ്താൽ പിന്നീട് രാവണ നിഗ്രഹിക്കുവാനുള്ള അവസരം ലഭിക്കുകയില്ല എന്ന് നാരദ മഹർഷി രാമനെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ശ്രീരാമൻ
പറയുന്നത് തനിക്ക് അവതാര ഉദ്ദേശം ഓർമ്മയുണ്ട്, കൃത്യസമയത്ത് തന്നെ അത് നടന്നിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്ത് നാരദ മഹർഷിയെ യാത്രയാക്കുന്നു. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുവാൻ നിർദ്ദേശിക്കുന്നു. വസിഷ്ഠ ഗുരു മന്ത്രിയായ സുമന്ത്രർക്ക് അഭിഷേകത്തിന് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാൻ, പുരങ്ങളെല്ലാം വളരെ അലങ്കരിക്കുവാനും എല്ലാവിധ ഒരുക്കങ്ങളും ചെയ്യുവാനും പുരവാസികളെല്ലാം ക്ഷണിക്കുവാനുമുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നു. ഇത്രയാണ് അവിടെയുള്ളത്. അപ്പോൾ അതിനകത്ത് നാരദ മഹർഷി വരുന്ന സമയത്ത് മഹർഷി ഭഗവാനോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. തൊൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും, ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും എല്ലൊരു സംശയം. അപ്പം മുക്തി ലഭിക്കണമെങ്കിൽ, അതായത് മോക്ഷം ലഭിക്കണമെങ്കിൽ അതിന് വേണ്ടത് ഭക്തിയാണ്. അപ്പോൾ ഭക്തിക്ക് വേണ്ടത് തൊൽക്കഥാനാമ ശ്രവണാദി കൊണ്ടുടൻ, ഭഗവാന്റെ കഥ കേട്ടാൽ പോലും ഉൾക്കാമ്പിൽ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടായി വരും. ആ ഭക്തി മുഴുത്ത് വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ തത്വജ്ഞാനിയാകും. തത്വജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുക്തി ലഭിക്കും. അതാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. നമസ്കാരം.